അദാനിയുടെ കൈക്കൂലി ആരോപണം ഇന്ത്യൻ ഓഹരി വിപണിയെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട്. അദാനി ഓഹരികളിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. തുടർച്ചയായി അദാനിക്കെതിരായ ആരോപണങ്ങൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മോദി സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതേസമയം അദാനിയുടെ കൈക്കൂലി കേസ് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തമായ അടിത്തറയുണ്ടെന്ന് വൈറ്റ് ഹൌസ് മാധ്യമ വക്താവ് കാരിൻ ജീൻ പിയറി വ്യക്തമാക്കി. അദാനിക്കെതിരായ ആരോപണത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. പ്രശ്നത്തെ ഫലപ്രദമായി ഇരു രാജ്യങ്ങളും കൈകാര്യം ചെയ്യുമെന്നും കാരിൻ ജീൻ പിയറി പറഞ്ഞു. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങളെക്കുറിച്ച് അഡ്മിനിസ്ട്രേഷന് ധാരണയുണ്ടെന്നും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും വ്യക്തമാക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. അദാനി ഗ്രൂപ്പ് ഓഹരികൾ വിപണിയിൽ വൻ തകർച്ച നേരിടുന്ന പശ്ചാത്തലത്തിൽ അത് ഇന്ത്യൻ സൂചികകളെയും സാമ്പത്തിക മേഖലയെയും ആകമാനം ബാധിക്കുകയാണ്. അദാനി വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി രൂക്ഷമായതിനു പിന്നാലെയാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകില്ലെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ സർക്കാരിൽ നിന്ന് പദ്ധതികൾ ലഭിക്കുന്നതായി വിവിധ സ്ഥാപനങ്ങളിലായി 2029 കോടി രൂപ കൈക്കൂലി നൽകിയെന്നും ഇത് കാണിച്ച് അമേരിക്കക്കാരെ കബളിപ്പിച്ച് നിക്ഷേപം തട്ടിയെന്നുമാണ് അദാനി കമ്പനിക്കെതിരായ കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണ റിപ്പോർട്ട് വിശകലനം ചെയ്ത ഇനി ഗ്രാൻഡ് ജൂറി അനുമതി നൽകിയാൽ കോടതി വിചാരണ നടപടികളിലേക്ക് കടക്കും. കേസിൽ അദാനി അടക്കം 8 പേരാണ് പ്രതികൾ. ഒന്നാം പ്രതി ഗൗതം അദാനിയാണ്. കേസിന് പിന്നാലെ കെനിയയിലെ വിമാനത്താവള നടത്തിപ്പിനും 3 വൈദ്യുത ലൈനുകൾ സ്ഥാപിക്കാനുമായി ഒപ്പുവെച്ച കരാറുകൾ അദാനി ഗ്രൂപ്പിന് നഷ്ടമായി. അതേസമയം പ്രസിഡന്റ് വില്യം റൂട്ടോ ആണ് കെനിയൻ പാർലമെന്റിൽ ഇക്കാര്യം അറിയിച്ചത്. ഇരു പദ്ധതികളിലും 30 വർഷത്തെ കരാറാണ് അദാനിയുമായി കെനിയ ഒപ്പിട്ടത്. അമേരിക്കയിലെ കേസിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കേസിന് പിന്നാലെ അദാനി ഓഹരിയിലും വലിയ ഇടിവ് സംഭവിച്ചിരുന്നു. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് അദാനി പ്രതികരിച്ചിരുന്നു. ഇതിനിടെ തുടർച്ചയായ 2ാം ദിനത്തിലും ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ഓഹരികൾ നഷ്ടത്തിലാണ്. വിവിധ അദാനി കമ്പനികളുടെ ഓഹരി വില 10% വരെയാണ് ഇടിഞ്ഞത്. 2 ദിവസത്തിനിടെ വിവിധ അദാനി കമ്പനികളുടെ ഓഹരി വിലയിൽ 23% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദാനി എന്റർപ്രൈസ് 7.23%, അദാനി സ്പോർട്സ് ആൻഡ് സെസ് 5.38%, അദാനി ഗ്രീൻ എനർജി 10.82%, അദാനി പവർ 6.30%, അദാനി എനർജി സൊല്യൂഷൻ 8.60%, അദാനി ടോട്ടൽ ഗ്യാസ് 5.81%, അദാനി വിൽമർ 5.43%, അംബുജ സിമന്റ് 1.44% എന്നിങ്ങനെയാണ് വിവിധ ഓഹരികൾക്കുണ്ടായ തിരിച്ചടി.